എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ എന്ന് പറയുന്നത് ഈ ഒരു ആർക്കിടെക്ചറൽ, അതായത് ഈ ഒരു ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, അഗ്രികൾച്ചർ, ഫോറസ്ട്രി, വെറ്റിനറി, ഫിഷറീസ്, അതുപോലെ തന്നെ കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, ബിടെക് ബയോടെക്നോളജി എന്നിങ്ങനെയുള്ള കോഴ്സുകളാണ്. അപ്പോൾ ഈ ഒരു കോഴ്സുകളിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് സെപ്റ്റംബർ 9 വരെ ce.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു പേജ് വഴി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, ആക്സസ് കോഡ് എന്നിവ നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഓപ്ഷൻ രജിസ്ട്രേഷൻ ആദ്യമായിട്ട് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഏകദേശം 5000 രൂപ ഫീ പേയ്മെൻറ്റ്, അതായത് ആദ്യം ഓപ്ഷൻ രജിസ്ട്രേഷൻ മുമ്പായിട്ട് ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ടുണ്ടാകും. അത് ഓൺലൈനായിട്ട് വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു പേജിൽ നിന്നും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതും ഇവിടെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിജ്ഞാപനങ്ങൾ കാണാവുന്നതുമാണ്. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് വഴി അതായത് ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, അതായത് ഈ ഒരു MBBS, BDS ഒഴികെയുള്ള മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കാണ് ഇതുവഴി അഡ്മിഷൻ നടത്തുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിജ്ഞാപനം നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു വിജ്ഞാപന പ്രകാരം നിങ്ങൾക്ക് എന്തൊക്കെയാണ്, എങ്ങനെ ഓപ്ഷൻ നൽകണം, അതുപോലെ തന്നെ ഏതൊക്കെ കോളേജുകളാണ് ഈ ഒരു ലിസ്റ്റിൽ ഉള്ളത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു ലിസ്റ്റ് വഴി, അതായത് ഈ ഒരു വിജ്ഞാപനം വഴി മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വിജ്ഞാപന പ്രകാരം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു BMS, അതുപോലെ തന്നെ BSMS, അതുപോലെ BHMS, BUMS, BSc ഹോണേഴ്സ് ഫോറസ്ട്രി, BSc ഹോണേഴ്സ് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, BSc ഹോണേഴ്സ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, അതുപോലെ ബിടെക് ബയോടെക്നോളജി, അതുപോലെ BVSC ആൻഡ് AH, അതുപോലെ തന്നെ BFSC സംസ്ഥാന കോട്ട സീറ്റിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റിനായിട്ടുള്ള നടപടിക്രമങ്ങളാണ് നിലവിൽ ആരംഭിച്ചിട്ടുള്ളത്. NEET UG 2024 മാനദണ്ഡ പ്രകാരം പ്രവേശന പരീക്ഷാ കമ്മീഷൻ പ്രസിദ്ധീകരിച്ച ആയുർവേദ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് ആയുർവേദ കോഴ്സിലേക്കും, മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് മെഡിക്കൽ റാങ്ക് ലിസ്റ്റിലേക്കും, അതുപോലെ മെഡിക്കൽ അനുബന്ധ കോഴ്സിലേക്കും ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം വെബ്സൈറ്റിൽ, അതായത് ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സെപ്റ്റംബർ 9 വൈകുന്നേരം 3 മണി വരെയാണ് ഇതിനുള്ള സൗകര്യം ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ഓപ്ഷനുകൾ, അതായത് ഈ ഒരു 9 വരെ 3 മണി വരെ ലഭ്യമാകുന്ന ഓപ്ഷനുകൾ അടിസ്ഥാനമാക്കി ഈ ഒരു സെപ്റ്റംബർ 10 വൈകുന്നേരം താൽക്കാലിക അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ്. ഈ ഒരു ഘട്ടത്തിൽ അലോട്ട്മെൻറ്റിനായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്ന കോഴ്സുകളുടെ വിവരങ്ങൾ ചുവടെ ചേർത്തിരിക്കുന്നത്, അതായത് ബാച്ചലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറി, അതുപോലെ ബാച്ചലർ ഓഫ് സിദ്ധ മെഡിസിൻ ആൻഡ് സർജറി, അതുപോലെ ബാച്ചലർ ഓഫ് ഹോമിയോപ്പതിക് മെഡിസിൻ ആൻഡ് സർജറി, അതുപോലെ ബാച്ചലർ ഓഫ് യുനാനി മെഡിസിൻ ആൻഡ് സർജറി, ബാച്ചലർ ഓഫ് സയൻസ് ആൻഡ് അഗ്രികൾച്ചർ, BSc ഹോണേഴ്സ് അഗ്രികൾച്ചർ, അതുപോലെ ബാച്ചലർ ഓഫ് സയൻസ് ഫോറസ്ട്രി, BSc ഹോണേഴ്സ് ഫോറസ്ട്രി എന്നാണ് ആ ഒരു ചുരുക്കത്തിൽ പറയുന്നത്. അതുപോലെ ബാച്ചലർ ഓഫ് സയൻസ് BSc ഹോണേഴ്സ് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, അതുപോലെ തന്നെ ഈ ഒരു BSc ഹോണേഴ്സ് ബാച്ചലർ ഓഫ് സയൻസ്, അതായത് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് എൻവയോൺമെൻറ്റൽ സയൻസ്, അതുപോലെ തന്നെ ബാച്ചലർ ഓഫ് ടെക്നോളജി ബിടെക് ബയോടെക്നോളജി, അതുപോലെ തന്നെ ഈ ഒരു ബാച്ചലർ ഓഫ് വെറ്റിനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി, അതായത് BVSC, അതുപോലെ NH, അതുപോലെ തന്നെ ബാച്ചലർ ഓഫ് ഫിഷറീസ് സയൻസ്, അതായത് BFSC എന്നിങ്ങനെയുള്ള കോഴ്സുകളിലേക്കാണ്. അപ്പോൾ സംസ്ഥാന സ്വാശ്രയ കോളേജിലെ ആയുർവേദ, സിദ്ധ, യുനാനി കോളേജിലെ BMS, BSMS, BUMS കോഴ്സിലെ 15% അഖിലേന്ത്യാ കോട്ട സീറ്റുകളിലേക്കും പ്രവേശന പരീക്ഷാ കമ്മീഷനായിരിക്കും അലോട്ട്മെൻറ്റ് നടത്തുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്ന ഓപ്ഷനുകളുടെ അടിസ്ഥാനത്തിൽ പ്രസ്തുത സീറ്റിലേക്കും അലോട്ട്മെൻറ്റ്, അതുപോലെ തന്നെ പ്രവേശന പരീക്ഷാ കമ്മീഷണർ പ്രസിദ്ധീകരിക്കുന്ന അതത് കോഴ്സിലേക്കുമുള്ള ആ ഒരു റാങ്ക് ലിസ്റ്റ് ജനനസ്ഥലം പരിഗണിക്കാതെയായിരിക്കും ഈ ഒരു അലോട്ട്മെൻറ്റ് നടത്തപ്പെടുക. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ഷെഡ്യൂൾസും കാര്യങ്ങളും നോക്കാം. അപ്പോൾ സെപ്റ്റംബർ 9 വൈകുന്നേരം 3 മണി വരെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ സെപ്റ്റംബർ 10 ആണ് ഈ ഒരു താൽക്കാലിക അലോട്ട്മെൻറ്റ് വരിക. 11 ഫൈനൽ അലോട്ട്മെൻറ്റും, അതുപോലെ 12 മുതൽ 18 വരെ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാനുള്ള സൗകര്യം, അതുപോലെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയുള്ള മുഴുവൻ ഫീസും അടക്കാനുള്ള സൗകര്യമാണ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ സെപ്റ്റംബർ 18 വൈകുന്നേരം 5 മണിക്കുള്ളിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ആ ഒരു കോളേജിൽ നിന്നും ഈ ഒരു വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യപ്പെടുന്നതാണ്. ഇത് സംവരണ ഡീറ്റെയിൽസ് ആണ്. അതായത് സ്റ്റേറ്റ് SM കാറ്റഗറി റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് 50% സീറ്റ് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് ആ ഒരു ബാക്കി 50% വിവിധ വിഭാഗങ്ങൾക്ക് റിസർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക്, അതായത് ഇവിടെ നിങ്ങൾക്ക് നോക്കാം, അതായത് 100 സീറ്റ് ഉണ്ടെങ്കിൽ അതിൽ SM കാറ്റഗറി 50 സീറ്റ് ഫില്ല് ചെയ്യും. EWSകാർക്ക് ഈ ഒരു 10 സീറ്റ്, അതുപോലെ തന്നെ SC BC 30 സീറ്റ്. ആ ഒരു 30 തന്നെ വിഭജിച്ചിട്ടുണ്ട്. അതായത് EYക്ക് 9 സീറ്റ്, അതുപോലെ മുസ്ലിമിന് 8 സീറ്റ്, അതുപോലെ മറ്റ് പിന്നാക്ക ഹിന്ദു വിഭാഗങ്ങൾക്ക് 3 സീറ്റ്, ലാത്തിൻ കത്തോലിക്കർ മാംഗ്ലോ ഇന്ത്യൻസിനും 3 സീറ്റ്. ഈ ഒരു രീതിയിൽ 100 സീറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഫീ ഘടന ഇവിടെ നൽകിയിട്ടുണ്ട്. മാക്സിമം ഫീസ് ഗവൺമെൻറ് കോളേജിൽ വരുന്നത് 31,500 രൂപയാണ്. അത് ബിടെക് ബയോടെക്നോളജി കോഴ്സിനാണ്. അതുപോലെ തന്നെ ഈ ഒരു അടുത്തതായിട്ടുള്ളത് വിവിധ കോഴ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫീസ് ഡീറ്റെയിൽസ് നോക്കുക എത്രയാണ്.
ഫീസ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് നോക്കിയാൽ മനസ്സിലാക്കാം. മാക്സിമം ഗവൺമെൻറ് കോളേജിൽ വരുന്ന ഫീസ് 31,500 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജ് ആണെങ്കിൽ സെൽഫ് ഫിനാൻസ് കോളേജിൽ മാക്സിമം വരുന്ന ഫീസ് എന്ന് പറയുന്നത് 2,82,821 രൂപയാണ്. അത് എന്ന് പറയുന്നത് 1,99,415 രൂപ ട്യൂഷൻ ഫീസും അതുപോലെ 83,406 രൂപ ഈ ഒരു സ്പെഷ്യൽ ഫീസുമായിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ 5,000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. ആ ഒരു രജിസ്ട്രേഷൻ ഫീസ് അടച്ച ശേഷം നിങ്ങൾക്ക് ഈ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ജുവനൽ അതായത് ഹോം, അതുപോലെ ശ്രീജിത്ത് ഹോം, നിർഭയ ഹോം, അതുപോലെ ഫീസ് ആനുകൂല്യത്തിന് ഗവൺമെൻറ് ഓർഡർ പ്രകാരം അർഹതയുള്ള വിദ്യാർത്ഥികൾ, അതായത് SC/ST വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഈ ഒരു എന്നിവർക്ക് 500 രൂപ മാത്രമാണ് ഈ ഒരു രജിസ്ട്രേഷൻ ഫീസായിട്ട് വരുന്നത്. നിങ്ങളിപ്പോൾ അടക്കുന്ന ആ ഒരു ഫീസ് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കോളേജിൽ അടക്കുന്ന കോഷൻ ഡെപ്പോസിറ്റിൻ്റെ കൂടെ, അതായത് ആ ഒരു കോഷൻ ഡെപ്പോസിറ്റിൽ നിന്ന് കുറക്കുകയും അതിനുശേഷം ബാക്കി പൈസ മാത്രമാണ് കോളേജിൽ അടക്കേണ്ടതായിട്ട് വരിക. അതേസമയം നിങ്ങൾക്ക് ഈ എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അടക്കുന്ന 5,000 രൂപ നിങ്ങൾക്ക് തിരികെ റീഫണ്ടായിട്ട് തിരിച്ച് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ MBBS BDS കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള ഫീസ് നൽകിയവർക്ക് ഈ ഒരു ഘട്ടത്തിൽ വീണ്ടും ഓപ്ഷൻ രജിസ്ട്രേഷനായിട്ട് ഫീസ് കൊടുക്കേണ്ടതില്ല. അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഫീസ് തിരിച്ച് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാനായിട്ട് ഏതൊക്കെ കോളേജസ് ആണുള്ളത് എന്നുള്ളത് അതിൻ്റെ ലിസ്റ്റും ഇതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏത് കോഴ്സാണ്, ഏത് കോഴ്സിൽ ഏത് കോളേജാണുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റ് ലഭിച്ച നിശ്ചിത തീയതിക്കുള്ളിൽ പ്രവേശനം നേടിയിട്ടില്ലെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് റദ്ദാക്കുന്നതും കൂടാതെ പ്രസ്തുത വിദ്യാർത്ഥികളെ ബന്ധപ്പെട്ട സ്ട്രീമിലെ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുപ്പിക്കുന്നതും അല്ല. അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ പ്രവേശനം നേടുകയും പഠനം തുടരുകയും ചെയ്യുമെന്ന് ഉറപ്പുള്ള വിദ്യാർത്ഥികൾക്ക് കോളേജിലേക്കും കോഴ്സിലേക്കും മാത്രം ഓപ്ഷനുകൾ ഈ ഒരു ഘട്ടത്തിൽ നൽകാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അതുപോലെ ഈ ഒരു ഘട്ടത്തിൽ വന്നിട്ടുള്ള കോളേജുകൾ ഈ ഒരു ഘട്ടത്തിൽ മാത്രമേ നൽകാൻ പറ്റുള്ളൂ. സെക്കൻഡ് അലോട്ട്മെൻറ്റായിട്ട് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നതല്ല. വിവിധ അലോട്ട്മെൻറ്റുകളിൽ, അതായത് വിവിധ കാരണങ്ങളാൽ റാങ്ക് ലിസ്റ്റിൽ തടഞ്ഞു വെച്ചിട്ടുള്ള വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഓപ്ഷനുകൾക്ക് സമർപ്പിക്കാവുന്നതാണ്. അതായത് നിങ്ങളുടെ ഈ ഒരു മെഡിക്കൽ റാങ്ക് അല്ലെങ്കിൽ ഈ ഒരു നിങ്ങളുടെ ആയുർവേദ റാങ്ക് തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ റാങ്ക് ഫലം തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാം. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സെപ്റ്റംബർ 9 വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ ആ ഒരു റാങ്ക് പ്രസിദ്ധീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സുകൾ നിങ്ങളുടെ പ്രൊഫൈൽ വഴി നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ വിവരങ്ങളും വിദ്യാർത്ഥികൾക്ക് ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ലഭ്യമായിരിക്കുക. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റിനുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസുകൾക്ക് വിദ്യാർത്ഥികൾ വെബ്സൈറ്റ് ഡെയിലി സന്ദർശിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.